നമസ്കാരം. ആകാശഗംഗയിലെയും സൗരയൂഥത്തിലെയും വിചിത്രമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവൻ്റെ സാധ്യതകളെക്കുറിച്ചും നിരന്തരം ഗവേഷണം നടത്തുന്ന പ്രശസ്ത ഹാർവാർഡ് ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ആവി ലോബ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന നിരീക്ഷണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ ശാസ്ത്രജ്ഞർ ഒരു ഡാർക്ക് കോമറ്റ് അഥവാ നിഴൽ വാൽനക്ഷത്രം എന്ന് കരുതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 1998 KY26 എന്ന ബഹിരാകാശ വസ്തു യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായ ഒന്നല്ല എന്നും അത് മനുഷ്യനിർമ്മിതമായ ഒരു ബഹിരാകാശ പേടകമാകാൻ വലിയ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏകദേശം 38 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1988 ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചതിന് ശേഷം കാണാതായ സോവിയറ്റ് യൂണിയൻ്റെ ഫോബോസ് 1 എന്ന ചൊവ്വ ദൗത്യ പേടകമാണ് ഈ വാൽനക്ഷത്രം എന്നാണ് ആവി ലോബും അദ്ദേഹത്തിൻ്റെ ഗവേഷക സംഘവും അവകാശപ്പെടുന്നത്. ആദം ഹിബേർഡ്, ആദം ക്രോള്, കാർലോസ് ഒലിയ എന്നിവരുമായി ചേർന്ന് തയ്യാറാക്കിയ പുതിയ ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ ബഹിരാകാശ വസ്തു സാങ്കേതികമായി മനുഷ്യനിർമ്മിതമായ ഒന്നാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള ശക്തമായ തെളിവുകൾ ഇവർ നിരത്തുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തിൽ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും തമ്മിലുള്ള ഒരു സങ്കര രൂപമായിട്ടാണ് ഡാർക്ക് കോമറ്റുകളെ കണക്കാക്കുന്നത്. സാധാരണ വാൽനക്ഷത്രങ്ങളെപ്പോലെ ഇവയ്ക്ക് സൂര്യനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന വാതക പുറന്തള്ളലോ തിളങ്ങുന്ന വാലോ കോമ എന്ന് വിളിക്കുന്ന അന്തരീക്ഷമോ ഉണ്ടാകാറില്ല. എന്നാൽ സാധാരണ ഉൽക്കകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനത്തിൽ ഗുരുത്വാകർഷണ ഇതര കാരണങ്ങൾ കൊണ്ടുള്ള വേഗത വ്യതിയാനങ്ങൾ പ്രകടമാക്കാറുണ്ട്. ശാസ്ത്രലോകം ഇതുവരെ ഇത്തരത്തിലുള്ള 14 ബഹിരാകാശ വസ്തുക്കളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് 1998 KY26 എന്ന വസ്തുവിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിൻ്റെ അസാധാരണമായ സവിശേഷതകളാണ് ഇതൊരു പ്രകൃതിദത്ത വസ്തുവല്ല എന്ന നിഗമനത്തിലേക്ക് ഗവേഷകരെ എത്തിക്കുന്നത്. ചൊവ്വാഗ്രഹത്തെയും അതിൻ്റെ ഉപഗ്രഹമായ ഫോബോസിനെയും കുറിച്ച് വിശദമായി പഠിക്കുന്നതിനായി 1988 സോവിയറ്റ് യൂണിയൻ ഫോബോസ് 1 എന്ന പേടകം വിക്ഷേപിക്കുന്നത്. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ ഏകദേശം 200 ദിവസത്തെ യാത്രയായിരുന്നു ഈ പേടകത്തിന് വേണ്ടിയിരുന്നത്. എന്നാൽ യാത്ര തുടങ്ങി ഏതാനും മാസങ്ങൾക്കകം ഭൂമിയിലെ കൺട്രോൾ റൂമിൽ നിന്നുണ്ടായ ഒരു ചെറിയ സാങ്കേതിക പിഴവ് കാരണം ഈ ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 1988 ഓഗസ്റ്റ് 28 യുക്രൈനിലെ എപ്പോട്ടോറയിലുള്ള ഗ്രൗണ്ട് കൺട്രോളിൽ നിന്ന് ഒരു ടെക്നീഷ്യൻ അയച്ച കമാൻഡിൽ ഒരു ചെറിയ ഹൈഫൺ വിട്ടുപോയതാണ് വിനയായത്. ഈ തെറ്റായ കമാൻഡ് കാരണം പേടകത്തിൻ്റെ ദിശ നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമാവുകയും സൂര്യന് നേരെ തിരിഞ്ഞിരിക്കേണ്ട സോളാർ പാനലുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതോടെ ബാറ്ററി പൂർണ്ണമായും തീർന്ന് 1988 സെപ്റ്റംബർ 2 ഫോബോസ് 1 ഭൂമിയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും അവസാനിപ്പിച്ചു. അന്ന് ബഹിരാകാശത്ത് ഉപേക്ഷിക്കപ്പെട്ട ആ പേടകം തന്നെയാണ് ഇപ്പോൾ വാൽനക്ഷത്രത്തിൻ്റെ രൂപത്തിൽ സൂര്യനെ വലം വയ്ക്കുന്നത് എന്നാണ് ആവി ലോബ് വ്യക്തമാക്കുന്നത്. ഈ നിഗമനത്തെ സാധൂകരിക്കുന്ന 6 പ്രധാന കാരണങ്ങളാണ് ഗവേഷകർ തൻ്റെ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ഫോബോസ് 1 പേടകത്തിൻ്റെ സഞ്ചാരപഥവും 1998 KY26 എന്ന വസ്തുവിൻ്റെ ഭ്രമണപഥവും തമ്മിൽ ശാസ്ത്രീയമായി വലിയ സാമ്യമുണ്ട്. രണ്ട് ഭ്രമണപഥങ്ങളും തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം പരിശോധിക്കുമ്പോൾ ഫോബോസ് 1 പേടകത്തിന് അതിൻ്റെ ഇന്ധനശേഷി ഉപയോഗിച്ച് കൈവരിക്കാൻ കഴിയുന്നത്ര വേഗത പരിധിക്കുള്ളിൽ തന്നെയാണ് ഇതെന്ന് വ്യക്തമാകുന്നു. ദൗത്യം പരാജയപ്പെട്ട ഉടൻ തന്നെ പേടകത്തിൽ നിന്ന് ഒരു പ്രൊപ്പൽഷൻ ബലപ്രയോഗം ഉണ്ടായിട്ടുണ്ടാകാം എന്ന ചരിത്രപരമായ രേഖകളും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ചൊവ്വയിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ദൗത്യം പരാജയപ്പെട്ടതിനാൽ പേടകത്തിൽ വലിയ തോതിൽ ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് ഈ ഭ്രമണപഥ വ്യതിയാനത്തിന് കാരണമായത്. കൂടാതെ ഈ വസ്തുവിൻ്റെ ഭൗതിക സവിശേഷതകളും ഒരു കൃത്രിമ പേടകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെറും 10 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ വസ്തുവിന് വളരെ ഉയർന്ന പ്രകാശ പ്രതിഫലന ശേഷിയാണുള്ളത്. ഇതിൻ്റെ ഉപരിതലം 52% പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണ ഉൽക്കകളിൽ കാണാത്തതാണ്. മാത്രവുമല്ല, വെറും 5.4 മിനിറ്റ് കൊണ്ടാണ് ഇത് ഒരു തവണ സ്വയം ഭ്രമണം ചെയ്യുന്നത്. ഇതൊരു സാധാരണ പാറക്കൂട്ടമായിരുന്നുവെങ്കിൽ ഇത്രയും ഉയർന്ന ഭ്രമണ വേഗതയിൽ ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം കാരണം അത് എപ്പോഴേ തകർന്നു പോകുമായിരുന്നു. ഇതൊരു സുദൃഢമായ ലോഹനിർമ്മിതമായ വസ്തുവാണെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതിൻ്റെ നീളമേറിയ ആകൃതിയും ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ഘടനയുമായി ഒത്തുപോകുന്നതാണ്. ഈ വിചിത്ര വാൽനക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുവാൻ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി അഥവാ JAXA ഇതിനകം തന്നെ ഒരു ദൗത്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ റിഗ്യു എന്ന ഉൽക്കയിൽ നിന്ന് വിജയകരമായി സാമ്പിളുകൾ ശേഖരിച്ച് 2020 ഭൂമിയിലെത്തിച്ച ഹയബൂസ 2 എന്ന പേടകത്തെയാണ് ഈ വസ്തുവിനെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ചിരിക്കുന്നത്. 2031 ഹയബൂസ 2 ഈ വസ്തുവിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നിഴൽ വാൽനക്ഷത്രത്തിൽ നിന്നുള്ള വാതക പുറന്തള്ളലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ഈ ജാപ്പനീസ് ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ആവി ലോബിൻ്റെ പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ 2031 ഹയാബൂസ 2 അവിടെ എത്തുമ്പോൾ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ പ്രകൃതിയുടെ രഹസ്യങ്ങളല്ല, മറിച്ച് 38 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്ത് നഷ്ടപ്പെടുത്തിയ ഒരു ചരിത്ര സ്മാരകമായിരിക്കും. ഈ ദൗത്യം വിജയകരമാകുന്നതോടെ 1998 KY26 എന്ന നിഗൂഢ വസ്തു ഒരു വാൽനക്ഷത്രമാണോ അതോ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട പേടകമാണോ എന്ന ചോദ്യത്തിന്
അന്തിമമായ ഉത്തരം ലഭിക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.